എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ സുബ്രഹ്മണ്യൻ്റെ കല്യാണത്തെക്കുറിച്ചാണ്. ഒരിക്കൽ മഹാവിഷ്ണുവിൻ്റെ കണ്ണുകളിൽ നിന്ന് 2 കണ്ണുനീർത്തുള്ളികൾ മടിയിൽ വീണു. ആ കണ്ണീരിൽ നിന്ന് 2 ഓമന കുഞ്ഞുങ്ങൾ ജനിച്ചു, അമൃതവല്ലിയും സുന്ദരവല്ലിയും. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. അമൃതവല്ലിയും സുന്ദരവല്ലിയും യുവതികളായി. ഒരിക്കൽ അവർ സുബ്രഹ്മണ്യൻ്റെ അവതാര സ്ഥലമായ ശരവണ പൊയ്കയിലേക്ക് പോയി. അവിടെ ചെന്ന് കഠിനമായ തപസ്സും തുടങ്ങി. കുറെ കാലം കഴിഞ്ഞപ്പോൾ സുബ്രഹ്മണ്യൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾക്ക് എന്തു വരമാണ് വേണ്ടത്? സുബ്രഹ്മണ്യൻ ചോദിച്ചു. വിചിത്രമായ ഒരു ഉത്തരമാണ് അവർ പറഞ്ഞത്. അങ്ങ് ഞങ്ങളെ വിവാഹം കഴിക്കണം. സുബ്രഹ്മണ്യൻ ആലോചിച്ചു. വിഷ്ണു ഭഗവാന്റെ മക്കളായ ഇവരെ വിവാഹം കഴിക്കുന്ന കാര്യം നല്ലത് തന്നെ. എന്നാൽ ഭാര്യയും കുടുംബവും ഒക്കെ ആയാൽ തനിക്ക് ദുഷ്ടന്മാരെ കൊല്ലാൻ സമയം കിട്ടുമോ? ദുഷ്ടന്മാരെ കൊന്ന ലോകത്തിന് നന്മ വരുത്തുകയല്ലേ തൻ്റെ ജോലി? ഒടുവിൽ സുബ്രഹ്മണ്യൻ ഒരു ഉപായം കണ്ടെത്തി. അമൃതവല്ലിയോട് ദേവലോകത്തിൽ പോയി ദേവേന്ദ്രൻ്റെ മകളെന്ന നിലയിൽ കുറച്ചു കാലം കഴിയാനും സുന്ദരവല്ലിയോട് കുറച്ചു കാലം വേടന്മാരുടെ കൂടെ ജീവിക്കാനും നിർദ്ദേശിച്ചു. കാലമായാൽ താൻ അവരെ വിവാഹം കഴിച്ചു കൊള്ളാമെന്നും സുബ്രഹ്മണ്യൻ വാക്കുകൊടുത്തു. അക്കാലത്ത് ഒരു യുദ്ധത്തിൽ തോറ്റ് പ്രതാപമൊക്കെ നഷ്ടപ്പെട്ട് മഹാമേരു പർവ്വതത്തിൽ താമസിക്കുകയായിരുന്നു ദേവേന്ദ്രൻ. അമൃതവല്ലി അവിടെ ചെന്ന് മകളായി കണക്കാക്കണമെന്ന് ഇന്ദ്രനോട് അപേക്ഷിച്ചു. ദേവേന്ദ്രൻ സന്തോഷത്തോടെ അവളെ മകളായി സ്വീകരിച്ചു. അവളുടെ പേര് ദേവസേന എന്ന് മാറ്റുകയും ചെയ്തു. അന്നു മുതൽ ഇന്ദ്രനും പത്നിയായ ശചിയും അവളെ മകളെപ്പോലെ കരുതി സ്നേഹിച്ചു പോന്നു. ഈ സമയം സുന്ദരവല്ലി വേടന്മാരുടെ നേതാവായ ശിവമുനിയുടെ അടുത്ത് ചെന്നു. പക്ഷേ തപസ്സിൽ മുഴുകിയിരുന്ന അദ്ദേഹം അവളെ മകളായി സ്വീകരിച്ചില്ല. പാവം സുന്ദരവല്ലി. കാട്ടിൽ അലഞ്ഞു നടന്ന അവളെ ഒരു വേടനും ഭാര്യയും കണ്ടെത്തി. കുട്ടികളില്ലാതിരുന്ന അവർ അവളെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടുപോയി ലാളിച്ചു വളർത്തി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദേവേന്ദ്രനും ബ്രഹ്മാവും മഹാവിഷ്ണുവും കൂടി കൈലാസത്തിലെത്തി. അസുരന്മാരുടെ ഉപദ്രവത്തെക്കുറിച്ച് ശിവനോട് പരാതി പറയാനാണ് അവർ ചെന്നത്. സുബ്രഹ്മണ്യൻ ജനിച്ചാൽ അസുരന്മാരുടെ ശല്യം തീർത്തു തരുമെന്ന് പണ്ട് ശിവൻ വാക്കുകൊടുത്തിരുന്നു. ദേവന്മാരുടെ പരാതി കേട്ട ശിവൻ മകനായ സുബ്രഹ്മണ്യനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, കുമാര, ശൂര പത്മാസുരൻ എന്നൊരു ഭയങ്കരനായ അസുരനും കൂട്ടാളികളും ഭൂമിയിൽ അക്രമം നടത്തുകയാണ്. അവരെ നശിപ്പിച്ച് നീ ധർമ്മം സ്ഥാപിച്ച് ജയിച്ചു വരൂ. സുബ്രഹ്മണ്യനും ശിവന്റെ ഭൂതഗണങ്ങളും കൂടി ഉടൻ യുദ്ധത്തിന് തയ്യാറെടുത്തു. ശിവൻ മിന്നിത്തിളങ്ങുന്ന ഒരു വേൽ സുബ്രഹ്മണ്യന് സമ്മാനിച്ചു. 1,00,000 കുതിരകളെ പൂട്ടിയ വിശേഷപ്പെട്ട ഒരു തേരും കൊടുത്തു. വിഷ്ണുവും ദേവേന്ദ്രനും ബ്രഹ്മാവും സുബ്രഹ്മണ്യനെ സഹായിക്കാൻ ഒപ്പം ചെന്നു. വായു ഭഗവാൻ സുബ്രഹ്മണ്യന്റെ തേരാളിയായി. അഗ്നിദേവൻ സുബ്രഹ്മണ്യന്റെ അമ്പുകളിൽ കടന്നിരുന്നു. പിന്നീട് സുബ്രഹ്മണ്യനും അസുരന്മാരുമായി ഭയങ്കര യുദ്ധം തന്നെ നടന്നു. സുബ്രഹ്മണ്യൻ എയ്തുവിട്ട ശക്തമായ അമ്പുകൾ തറച്ച് അസുരന്മാർ ദഹിച്ചുപോയി. അസുരന്മാരെല്ലാം നശിച്ചു കഴിഞ്ഞതിനു ശേഷം സുബ്രഹ്മണ്യൻ കൈലാസത്തിൽ മടങ്ങിയെത്തി. അച്ഛനമ്മമാരുടെ അനുവാദം വാങ്ങി ദേവസേന എന്നു പേരുള്ള അമൃതവല്ലിയെയും വേടന്മാരുടെ കൂടെ താമസിച്ച് വേടത്തിയായി തീർന്ന സുന്ദരവല്ലിയെയും വിവാഹം കഴിച്ചു. ഇതാണ് കഥ. നന്ദി.